أعوذ بالله السميع العليم من الشيطان الرجيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اتقوا الله عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായി പാലിക്കണമെന്നും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്നും എല്ലാ ആളുകളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഒരുപാട് സവിശേഷതകൾ നൽകിയിട്ടുണ്ട്. ആ സവിശേഷതകളുടെ കൂട്ടത്തിൽ നമുക്ക് ഒറ്റവാക്കിൽ പറയാവുന്ന വിശുദ്ധ ഖുർആൻ തന്നെ വളരെ പ്രാധാന്യപൂർവ്വം എടുത്തു പറഞ്ഞിട്ടുള്ള സവിശേഷതയാണ് അവന്റെ ഉത്തരവാദിത്വം. എന്നല്ല, ദീനിന്റെ ആകത്തുക തന്നെ അതാണ് എന്ന് പറഞ്ഞ ആളുകളെയും നമുക്ക് കാണാം. അള്ളാഹുവിന്റെ ഭീമാകാരമായ സൃഷ്ടികളാകുന്ന ആകാശവും ഭൂമിയും പർവ്വതങ്ങളും ഏറ്റെടുക്കാൻ ഭയപ്പെട്ടുപോയ, അവ ഭയന്നുപോയ കാര്യമാണ് അമാനത്ത്. അതാണ് മനുഷ്യനെ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുള്ളത്. അതാണ് അവന്റെ പ്രത്യേകതകളിൽ ഒന്ന് എന്ന് വിശുദ്ധ പ്രമാണങ്ങൾ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ സന്താനങ്ങളോടുള്ള നമ്മുടെ ബാധ്യത. മക്കളോടുള്ള കടപ്പാട് എന്ന് പറയുന്നത് ദീൻ ഏറെ ഗൗനിച്ച വിഷയമാണ്. വിശുദ്ധ ഖുർആനിന്റെ പല പേജുകളിലും മക്കളോടുള്ള കടപ്പാടിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ മക്കളോടുള്ള കടപ്പാടുകളെ പരാമർശിക്കുന്ന ആയത്തുകളുടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ മാതാപിതാക്കളെയും സന്താനങ്ങളെയും അല്ലാഹു തആല ചോദ്യം ചെയ്യും. സന്താനങ്ങളോട്, മാതാപിതാക്കളോടുള്ള, രക്ഷിതാക്കളോടുള്ള കടപ്പാടുകൾ പരിപൂർണമായും യഥാവിധി നിർവഹിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഓരോ സന്താനവും നേരിടേണ്ടി വരും. അതുപോലെ മാതാപിതാക്കളോടും രക്ഷിതാക്കളോടും അല്ലാഹു ചോദിക്കും. നിന്റെ സന്താനത്തോട് അവനോടുള്ള ബാധ്യതയും കടപ്പാടുകളും വീഴ്ചകൂടാതെ നിർവഹിച്ചിട്ടുണ്ടോ എന്ന ശക്തമായ ചോദ്യം ഓരോ രക്ഷിതാക്കളും നേരിടേണ്ടി വരും. ഇതിൽ ആദ്യം ആരെയാണ് ചോദ്യം ചെയ്യുക? മക്കളോട് അവർ മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ നിർവഹിച്ചോ എന്നാണോ? മാതാപിതാക്കൾ മക്കളോടുള്ള ബാധ്യത നിറവേറ്റിയോ എന്നാണോ ആദ്യമായി ചോദ്യം നേരിടുക? ആരാണ് എന്ന് പണ്ഡിതന്മാർ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശകലനം ചെയ്തിട്ടുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, സന്താനങ്ങൾ ചോദ്യം നേരിടുന്നതിന് മുമ്പ്
രക്ഷിതാക്കൾ, മാതാക്കൾ ചോദ്യം നേരിടേണ്ടി വരും. അവരോടാണ് ആദ്യമായി ചോദ്യം ചെയ്യുക, അവരെയാണ് ആദ്യമായി ചോദ്യം ചെയ്യുക. കാരണം സന്താനങ്ങൾ വഴിതെറ്റിപ്പോകുന്നതിന്റെ, അവർ നന്മയുടെ വഴിയിൽ വരുന്നതിന്റെ അള്ളാഹുവിന്റെ തൗഫീഖ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു പ്രധാന കാരണം മാതാപിതാക്കളാണ്. ലോകത്തെ അറിയപ്പെട്ട പല ക്രൂരന്മാരും കടന്നുപോയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളെ ക്രൂരമായി വധിച്ചിട്ടുള്ള ആളുകളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അറിയപ്പെട്ട കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള കൊള്ളക്കാരുണ്ട്. മനുഷ്യരെ നിഷ്കരുണം വധിച്ചു കളയുക മാത്രമല്ല, താൻ ചെയ്തത് വലിയൊരു സുഹൃതമാണ് എന്ന് പറഞ്ഞതിൽ അഭിമാനം കൊള്ളുന്നവരുണ്ട്. ഇന്നും ദിനപത്രങ്ങൾ പരിശോധിച്ചാൽ ക്രൂരകൃത്യങ്ങൾ നിർവഹിച്ച് പിടിക്കപ്പെടുമ്പോൾ അവനൊരു ഹീറോയുടെ പരിവേഷം നൽകുന്ന മാധ്യമങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. താനെന്തോ വലിയ ഒരു പുണ്യകർമ്മം ചെയ്തതിലുള്ള അഭിമാനം പ്രകടിപ്പിക്കുന്നത് പോലെ ഉണ്ട് അവന്റെ ബോഡി ലാംഗ്വേജ് പരിശോധിച്ചാൽ. ഈ വിധത്തിലുള്ള ക്രൂരകൃത്യങ്ങളിൽ അഭിമാനം കാണുന്ന സന്തതികൾ നമ്മുടെ നാട്ടിൽ പെരുകി വരുന്നു. ഇതിന്റെയൊക്കെ കാരണങ്ങളുടെ വേര് നമ്മൾ തേടിപ്പോയാൽ അവന്റെ കുട്ടിക്കാലത്തുള്ളവന്റെ അനുഭവങ്ങളിൽ ചെന്ന് ചേരും. ഒട്ടുമിക്ക കുറ്റവാളികളുടെയും ക്രൂരകൃത്യങ്ങൾ നിർവഹിച്ചവരുടെയും കുട്ടിക്കാല ജീവിതം, അവരുടെ ശൈശവ ജീവിത കാലഘട്ടം പരിശോധിച്ചാൽ ഒരു സുഖകരമായ രീതിയിലല്ല അവൾ വളർന്നത് എന്നും ഒരു നല്ല രീതിയിലുള്ള സന്താന പരിപാലനം ലഭിക്കാനുള്ള സാഹചര്യം അവരുടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല, ചുറ്റുപാടുകളിൽ ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്താൻ കഴിയും. അത് സംബന്ധമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പഠനം നടത്തുന്ന ആളുകൾ ഏറെക്കുറെ എല്ലാവരും യോജിക്കുന്ന ഒരു പോയിന്റ് മേഖല എന്ന് പറയുന്നത് ചെറുപ്പകാലത്തെ അവന്റെ ജീവിതമാണ്. അഥവാ അവന്റെ മാതാപിതാക്കളിൽ നിന്നുമൊക്കെ അവന് കിട്ടിയിട്ടുള്ള ദുരനുഭവങ്ങളും സന്താന പരിപാലനത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ഗുരുതരമായ വീഴ്ചകളുമൊക്കെയാണ് അതിന്റെ കാരണങ്ങളെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിശുദ്ധ പ്രമാണങ്ങൾ പരിശോധിച്ചാൽ അതിനെ ശരിവെക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ഏതു കുഞ്ഞും, ഓരോ മനുഷ്യ കുഞ്ഞും ഈ ഭൂമുഖത്തേക്ക് പിറന്നു വീഴുന്നത് ശുദ്ധമായ പ്രകൃതത്തോടു കൂടെയാണ്. പിന്നെ അവൻ ജൂതനാകുന്നത്, ക്രൈസ്തവനാകുന്നത്, മുശ്രിക്കായി മാറുന്നത്, അതിലൊരു കാര്യമായ പങ്ക് അവന്റെ മാതാപിതാക്കൾക്ക് ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്. അവനിൽ അർപ്പിതമായ അമാനത്ത് എന്ന് പറയുന്നത്, സന്താനങ്ങളെ ശരിയാം വിധം വളർത്തുക എന്ന് പറയുന്നത് വലിയ ഒരു കടമയാണ്, വലിയ ഒരു അമാനത്താണ് എന്ന് പണ്ഡിതന്മാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയൊക്കെ ആ രീതിയിൽ പരാമർശിക്കാനുള്ള കാരണം അതാണ്. അവിടെയാണ് നമ്മുടെ മക്കൾ നന്നായി തീരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഗൗരവമായി, വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കുക സാധ്യമല്ല. ഒന്ന് രണ്ട് ഖുത്ബകളിലൂടെ നമുക്ക് ആ കാര്യത്തെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അതൊന്ന് നമുക്ക് അതിനെക്കുറിച്ച് ഓർക്കുകയും ബോധമുള്ളവരാകാൻ ശ്രമിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപാലനം ഏറ്റുവളർന്നിട്ടുള്ള കുറെ സന്താനങ്ങളുണ്ട്. മൊത്തത്തിൽ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് തർബിയത്ത് ലഭിച്ച ആളുകളാണ്.
കുട്ടികളുമുണ്ട്. അങ്ങനെ നബിയുടെ പേരക്കിടാങ്ങൾ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു, സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക പരിചരണവും പരിപാലനവും ലഭിച്ചു വളർന്നവരാണ്. മൊത്തത്തിൽ സ്വഹാബികളെ കുറിച്ച് നബിയുടെ പരിപാലനം, അവരുടെ നബിയുടെ ശ്രദ്ധയും തസ്കിയത്തും തർബിയത്തും കിട്ടി വളർന്ന ആ സ്വഹാബികളെ കുറിച്ച് മുസ്ലിം ലോകത്തിന്റെ വിശ്വാസം കുല്ലുഹും ഉദൂൽ, അവർ സർവരും നിഷ്ഠയിൽ ജീവിക്കുന്ന നീതിമാന്മാരാണ്. അങ്ങനെ ഒരു ജനതയെ, അങ്ങനെ ഒരു വിഭാഗത്തെ കുറിച്ച് പറയാൻ പറ്റുന്നത് സ്വഹാബികൾ മാത്രമാണ്. അവരിൽ അനീതി ചെയ്യുന്ന ആരുമില്ല. എല്ലാവരും നീതിമാൻ, എല്ലാവരും നീതിമാന്മാർ എന്ന പരാമർശം നടത്താൻ പറ്റിയ ഒരു വിഭാഗം സ്വഹാബത്ത് മാത്രമാണ്. പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ സ്വഹാബത്താണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്തിന്റെ, നബി നൽകിയ തസ്കിയത്തിന്റെ സവിശേഷതയായി കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കൾ നന്നാകാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ചുരുങ്ങിയ രണ്ട് മറുപടികളുണ്ട്. ഒന്ന്, വിവാഹ രംഗത്ത് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഒരു കുഞ്ഞ് പിറന്ന് കുഞ്ഞിന് അല്പം പ്രായമൊക്കെയായി അവന് കുറച്ചൊക്കെ വളർന്ന് വലുതായ ശേഷമല്ല അവന്റെ പരിപാലനത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്. 5 വയസ്സായ ഒരു കുഞ്ഞിനെ ഞാൻ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് ഒരു മനഃശാസ്ത്രജ്ഞനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി, നിങ്ങൾ ഇപ്പോൾ തന്നെ 5 വർഷം പിന്നിലാണ് എന്നാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ 5 വർഷം വളരെ പിന്നിലാണ് എന്ന് പറഞ്ഞ മറുപടി ഉണ്ട്. നമ്മൾ ചിന്തിപ്പിക്കേണ്ട മറുപടിയാണ്. നമ്മുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ മനഃശാസ്ത്രജ്ഞന്മാരുടെ വാക്കുകളിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ തന്നെ യഥേഷ്ടം അത് സംബന്ധമായി നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മക്കൾ നല്ല മക്കളായി വളരാൻ, നന്നാവാൻ ശ്രദ്ധിക്കണമെന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി ആദ്യമായി നമ്മൾ പഠിപ്പിക്കുന്നത് വിവാഹരംഗത്തെ കുറിച്ചാണ്. സാധാരണ നാട്ടിൽ നടക്കുന്ന പല വിവാഹങ്ങളുമുണ്ട് എന്ന് പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞു, നീ മതബോധമുള്ളവളെ വിവാഹം ചെയ്ത് വിജയം നേടണം എന്ന്. അപ്പൊ ഒരു ഇണയെ തെരഞ്ഞെടുക്കും, അത് പെണ്ണിനെ മാത്രമല്ല ആണിനും അത് ബാധകമാണ്. മതബോധമുള്ള ഇണകളാകണം, അതാണ് ഏറ്റവും പ്രധാനം. മതബോധമുള്ളവളെ വിവാഹം ചെയ്ത് നീ രക്ഷപ്പെടുക, നീ വിജയം നേടുക. സമ്പത്തുള്ളവളെ, സൗന്ദര്യമുള്ളവളെ, കുലീനതയുള്ളവളെ, തറവാടിത്തമുള്ളവളെ, അവളെയൊക്കെ അങ്ങനെയുള്ള ആളുകളെ വിവാഹം ചെയ്ത് രക്ഷ നേടിക്കോ എന്നല്ല റസൂൽ പറഞ്ഞത്. സാധാരണ നാട്ടിൽ തുങ്കകൂലി അർബഈൻ, തുങ്കകുൽ മർആലി അർബഈൻ ലിമാലിഹ വലിജമാലിഹ വലിഹസബിഹ ഫൽഫർ ബിദാത്തിദ്ദീൻ. പൊതുവെ നാട്ടിൽ നടക്കുന്ന വിവാഹങ്ങൾ ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി വിവാഹം ചെയ്യാറുണ്ട്. അവിടെ സമ്പത്തും അവിടെ തറവാടിത്തവും നോക്കി വിവാഹം ചെയ്യാറുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വികൃതമായി കൊണ്ടിരിക്കുന്ന, അറപ്പുളവാക്കുന്ന ഒരു മേഖലയായി വിവാഹരംഗം മാറിയിട്ടുണ്ട്. പവിത്രമായ ഒരു ബന്ധമാണ്. ആ ബന്ധം തന്നെ ആളുകളുടെ മുന്നിൽ തലതാഴ്ത്തി അല്പമൊക്കെ ധാർമ്മിക ബോധമുള്ള, ദീനി ബോധമുള്ളവൻ തലനാഴ്ത്തി നിന്നു പോകുന്ന അത്രയും വൃത്തിഹീനമായ, അയ്യയ്യേ എന്ന് പറയിപ്പിക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങളായി വിവാഹവേദികൾ മാറുന്നുണ്ട്. അവിടെ തന്നെ അതിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുന്നു. അല്ലാഹും റസൂലും നിഷിദ്ധമാക്കിയ സംഗീത കച്ചേരികളുടെ അകമ്പടിയോടുകൂടെയാണ് പലപ്പോഴും വിവാഹം നടക്കുന്നത്. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സംഗീത കച്ചേരികൾ, മ്യൂസിക്കുകൾ, അതുപോലെ അതിരിവിട്ട ഇടകലരലുകൾ, ഈ രീതിയിൽ ഒരു സർവ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ദിനമായി തൽക്കാലം വിവാഹവേളയിൽ തൽക്കാലം ഹറാമുകളൊക്കെ മറന്ന് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇത് തന്നെ വലിയ അപകടമാണ്. അതിലൂടെ ജനിക്കുന്ന സന്താനം, അതിലൂടെ കെട്ടിപ്പടുക്കപ്പെടുന്ന ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾക്ക് അള്ളാഹുവിന്റെ
അള്ളാഹുവിന്റെ ബറക്കത്ത് കിട്ടുവാനുള്ള സാധ്യത വളരെ കുറവാണ്. സംഗീത പശ്ചാത്തലത്തിൽ ബാറക്കല്ലാഹു ലക് വബാറക അലൈക വജമഅ ബൈനകുമാ ഫിൽ ഖൈർ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുമോ? അള്ളാഹു തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ് നടക്കുന്ന വേദികളിൽ, മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ വരാത്ത വേദികളിൽ ഈ വിധത്തിലുള്ള പ്രാർത്ഥനകൾ എങ്ങനെ സ്വീകരിക്കപ്പെടാനാണ്? അതുകൊണ്ട് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് വിവാഹരംഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് വംറഅതൻ തുഈനു അലാ അംരിൽ ആഖിറ, ആഖിറത്തിന്റെ വിഷയത്തിൽ നിന്നെ സഹായിക്കുന്ന ഒരു പെണ്ണിനെ, ഒരു ഇണയെ നീ കണ്ടെത്തണം എന്നാണ്. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. വേറെ കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ 2 കാര്യങ്ങളെ ഇന്ന് സൂചിപ്പിക്കുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം നല്ല സന്താനങ്ങളെ ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ്. സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവേ നല്ല സന്താനങ്ങളെ നൽകണേ എന്ന് പ്രാർത്ഥിക്കണം. പ്രവാചകന്മാരുടെ മാതൃക നമുക്കതിലുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് സന്താനമില്ലാതെ, സന്താനത്തെ നൽകാതെ ദീർഘകാലം അല്ലാഹു തആല പരീക്ഷിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള പ്രാർത്ഥന റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹായ ഒരു സന്താനത്തെ എനിക്ക് നീ നൽകണേ എന്നാണ്. നല്ലൊരു സന്താനത്തെ നിന്റെ ഹിബത്തായി, സമ്മാനമായി നീ എനിക്ക് നൽകണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന പുലരുകയും ചെയ്തിട്ടുണ്ട്. ഇസ്മായിൽ എന്ന് പറയുന്ന അലൈഹിസ്സലാം ഒരു നല്ല സന്താനത്തെ അല്ലാഹു തആല നൽകി. ആ സന്താനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സകലമാന സൽക്രമങ്ങളിലും കൂട്ടായി കൂടെ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. കഅബ നിർമ്മാണത്തിൽ ഇസ്മായിൽ നബി കൂടെയുണ്ട്. നല്ല സന്താനത്തിനെയാണ് അല്ലാഹു തആല നൽകിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ബലി നിർവഹിക്കാൻ പറഞ്ഞപ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അഭിപ്രായം തേടിയ വേള ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ, മോനെ നിന്നെ അറുക്കണമെന്ന് സ്വപ്നത്തിൽ അല്ലാഹു തആല എനിക്ക് വഹി നൽകിയിട്ടുണ്ട്. നിന്റെ അഭിപ്രായം എന്താണ്? ആ നല്ല സന്താനം നൽകിയ മറുപടി യാ ബത്തി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, അല്ലാഹു തആലയുടെ കൽപ്പന നിറവേറ്റിക്കൊള്ളൂ, എന്നെ താങ്കൾക്ക് ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ കാണാം എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ വിധിക്ക് കീഴ്പ്പെടുന്ന നല്ലൊരു സന്താനത്തെ തന്നെയാണ് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നൽകിയിട്ടുള്ളത്. സന്താനം ജനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിച്ചതിന്റെ വേറെയും ഉദാഹരണങ്ങൾ കാണാം. മഹാനായ സക്കരിയ അലൈഹിസ്സലാം, അദ്ദേഹം മറിയം അലൈഹിസ്സലാം ഒറ്റക്ക് കഴിയുന്ന ആ സ്ഥലത്ത് അവരുടെ കുടുംബക്കാരാണ്. അവിടെ ചെല്ലുമ്പോൾ അവിടെ പ്രത്യേകമായ പഴവർഗ്ഗങ്ങളൊക്കെ കാണുന്നു. ഒരത്ഭുതമാണ്. അത് കണ്ടപ്പോൾ ആ സ്ഥലത്ത് വെച്ച് സക്കരിയ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ എനിക്ക് നീ നല്ല ഒരു സന്തതിയെ നൽകണമേ എന്ന്. മറിയം അലൈഹിസ്സലാമയുടെ കറാമത്ത് കാണുന്ന ആ സ്ഥലത്ത് വെച്ച് സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ചുറ്റുപാടനുസരിച്ച് അങ്ങനെ വല്ല അത്ഭുതങ്ങളും കണ്ടാൽ ആ മഹാനോടാണ് വിളിച്ചു പ്രാർത്ഥിക്കും. ഇവിടെ സക്കരിയ നബി അലൈഹിസ്സലാം അതല്ല ചെയ്തത്. ആ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ ആ അത്ഭുതങ്ങൾ ആരാണോ നൽകിയത്, അതിന്റെ ദാതാവ്, അത് നൽകിയത് റബ്ബ് ആരാണോ ആ റബ്ബിനോടാണ് വിളിച്ചു പ്രാർത്ഥിച്ചത്. പ്രാർത്ഥന റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ, അല്ലാഹുവേ എനിക്ക് നല്ലൊരു സന്താനത്തെ നീ ഹിബത്തായി, ഔദാര്യമായി എനിക്ക് നീ നൽകണം, നീ പ്രാർത്ഥന കേട്ടുത്തരം നൽകുന്നവനാണ് എന്ന് ഇബ്രാഹിം സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. സന്താനമുണ്ടായ ശേഷവും പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്നെ സന്താനങ്ങൾക്ക് ഉണ്ടായ ശേഷവും പ്രാർത്ഥിച്ചിട്ടുള്ളത് വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, ആദർശത്തിൽ അധിഷ്ഠിതമായ സന്തതികൾ ഉണ്ടാകാനുള്ള പ്രാർത്ഥന കൂടെയാണ്. അല്ലാഹുവേ എന്നെയും എന്റെ സന്തതികളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ അകറ്റി നിർത്തണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. ശുദ്ധ
കറപുരളാത്ത ശിർക്കിന്റെ ഗന്ധമേൽക്കാത്ത ശുദ്ധ മുവഹിദുകളായി എന്നെയും എന്റെ സന്തതികളെയും മാറ്റണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. നമ്മളും പ്രാർത്ഥിക്കണം, എന്റെ മക്കളെ ശിർക്കിലേക്ക് എത്തിപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹുവേ നിന്റെ സംരക്ഷണം നൽകണേ, നീ അതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തന്നെ വേറൊരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിലാക്കണം, എന്റെ സന്തതികളെയും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ മുതിർന്നവർ പള്ളിയിൽ വരുന്നു, സുബഹി ജമാഅത്തിന്റെ പള്ളിയിൽ വരുന്നു. ആ സമയത്ത് മുതിർന്ന നമ്മുടെ ആൺമക്കൾ അവിടെ കരിമ്പുടം പുതച്ച് കൂർക്കം വലിച്ചുറങ്ങുന്നു. ഇതുപോലെ നമ്മുടെ സുബഹി ജമാഅത്തിനും ആളുകൾ പള്ളിയിൽ തടിച്ചുകൂടണം, മക്കളെയും എണീപ്പിച്ച് കൊണ്ടുവരണം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ അതിൽ നിന്ന് പഠിക്കേണ്ടുന്ന ഒരു സുപ്രധാനമായ പാഠം അതാണ്. നമസ്കാരം നിലനിർത്തുക എന്ന, നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്നല്ല പ്രാർത്ഥനയുടെ പദം, നമസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ എന്നാണ്. നമസ്കാരം നിലനിർത്തുക എന്ന് പറയുന്നത് അതിന്റെ ഭാഗം തന്നെയാണ് ജമാഅത്തായി നമസ്കരിക്കുക എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളുടെ നമസ്കാരത്തെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ഏറെക്കുറെ എല്ലാ ഭാഗത്തും ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗം ഇഖാമത്തു സ്വലാത്ത്, യുഖീമൂന സ്വലാത്ത്, മുഖീമീന സ്വലാത്ത് എന്നാണ്. നമസ്കരിക്കുന്നവർ, യുസല്ലൂൻ എന്ന പദം അത് പൊതുവെ ഖുർആൻ ഉപയോഗിച്ച് കാണുന്നത് കപടവിശ്വാസികളുടെ നമസ്കാരത്തെ കുറിച്ച് പറയുന്നിടത്ത് പൊതുവെ അങ്ങനെയാണ് ഉപയോഗിക്കുക. വിശ്വാസികളുടെ നമസ്കാരത്തെ കുറിച്ച് പറയുന്ന എല്ലായിടത്തും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. സിംഹഭാഗത്തും മിക്ക ഭാഗത്തും വിശ്വാസികളുടെ നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോ അല്ലാഹു തആല ഉപയോഗിച്ചിട്ടുള്ള വാക്ക് മുഖീമുസ്വലാ അല്ലെങ്കിൽ യുഖീമൂന സ്വലാ എന്നാണ്. അഥവാ നമസ്കാരം അത് അതിൻ്റെതായ ചിട്ടയിൽ അതിന്റെ എല്ലാ നിബന്ധനകളും പാലിച്ച് ജമാഅത്തായിട്ട് തന്നെ നമസ്കരിക്കുക. അങ്ങനെ നമസ്കാരം നിർവഹിക്കുന്ന ആളുകളിൽ എന്നെയും എന്റെ സന്തതികളെയും ഉൾപ്പെടുത്തണേ എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. ഇനി നമ്മൾ ആലോചിക്കുക, നമ്മൾ ഒന്നാം സഫിൽ ഉണ്ടാകും, ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം ജാഗ്രത പാലിക്കും. പക്ഷെ നമ്മുടെ മക്കളോ അതൊക്കെ അവരോടുള്ള അമാനത്ത് നിർവഹണത്തിന്റെ ഭാഗമാണ്. നമ്മൾ മാത്രം സ്വർഗത്തിൽ പോയാൽ പോരല്ലോ, നമ്മുടെ മക്കളും സ്വർഗത്തിൽ നമ്മുടെ കൂടെ ഉണ്ടാവണം. ഇസ്ലാം വിഭാവനം ചെയ്യുന്ന കുടുംബ ജീവിതം എന്ന് പറയുന്നത് മരണത്തോടുകൂടെ അങ്ങോട്ട് വാലറ്റു പോകുന്ന ബന്ധമല്ല, അങ്ങ് മരണമില്ലാത്ത സ്വർഗലോകത്തും നിലനിൽക്കുന്ന ബന്ധമാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവണം സ്വർഗത്തിലും. അതിന് ഏറ്റവും പ്രധാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ പ്രാർത്ഥനയിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. ശിർക്ക് ചെയ്യാത്ത, നമസ്കാരം നിലനിർത്തുന്ന മക്കളായി എന്റെ മക്കളെ മാറ്റണേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം സഹോദരന്മാരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കണം. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവർ ഉണ്ടാകുന്നതിന് മുമ്പ് വേണം, അവർ ഉണ്ടായ ശേഷവും വേണം. അവർ ഉണ്ടായ ശേഷവും അവരുടെ ഗുണത്തിനും ഖൈറിനും വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥനകൾ അല്ലാഹു തട്ടിക്കളയില്ല. അതിലൊന്ന് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ മക്കളുടെ നന്മക്കും ഗുണത്തിനു വേണ്ടി നല്ലൊരു ഭാഗം നമ്മൾ നീക്കിവെക്കണം. രാത്രിയുടെ അന്ത്യയാമങ്ങൾ അവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയ്ക്കുള്ള സമയം ഉത്തരം കിട്ടുന്ന സമയമാണ്. വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അത് അള്ളാഹു കബൂൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അള്ളാഹു എപ്പോഴാണെന്ന് പറഞ്ഞു തന്നിട്ടില്ല. ലൈലത്തുൽ ഖദ്ർ പോലെ അത് എപ്പോഴാണെന്ന് അറിയിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് സലഫുകൾ വെള്ളിയാഴ്ച ദിവസം പൊതുവെ പ്രാർത്ഥനയിൽ മുഴുകാറാണ്. പ്രാർത്ഥനയിൽ അങ്ങ് മുഴുകും. ആ സന്ദർഭങ്ങൾ അങ്ങനെ വെള്ളിയാഴ്ചയിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് നബി പറഞ്ഞിട്ടുള്ള
മറ്റ് സന്ദർഭങ്ങളിലുമൊക്കെ അവർക്ക് വേണ്ടി, മക്കളുടെ ഇഹപര ഗുണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തരത്തിലുള്ള വചനങ്ങളുടെ വെളിച്ചത്തിൽ കാണാം. എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത അടിമകൾ അഥവാ പരമകാരുണികന്റെ അടിമകൾ എന്ന് വിശേഷിപ്പിച്ചിട്ട് അല്ലാഹു തആല അവന്റെ പരമകാരുണികനായ അള്ളാഹുവിന്റെ അടിമകളുടെ വിശേഷണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് നീ ഞങ്ങൾക്ക് ഓശാരമായി നൽകണം. വദുരിയാത്തിന, ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഖുർറത അയ്യുനിൻ, കൺകുളിർമ നൽകണേ. കൺകുളിർമ നൽകുക എന്നതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, മഹാനായ ഇക്രിമ റഹിമഹുല്ല പോലെയുള്ള താബിഈ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്, കൺകുളിർമ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നല്ല സൗന്ദര്യമുള്ള മക്കളെ നൽകണേ എന്നല്ല അതിനർത്ഥം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തും അവനെ അനുസരിച്ചും ജീവിക്കുന്ന മക്കളെ നൽകണേ. സുബൈക്ക് നമ്മുടെ കൂടെ, നമ്മൾ വിളിക്കാതെ നമ്മുടെ കൂടെ ജമാഅത്തിന് വന്ന് സഫ്ഫുകളിൽ നിന്ന് നിസ്കരിച്ച് ദിക്റുകളൊക്കെ ചൊല്ലി ഖുർആനൊക്കെ പാരായണം ചെയ്ത് തിരിച്ചു പോകുന്ന ഒരു മകനെ കാണുമ്പോൾ ഒരു പിതാവിനുണ്ടാകുന്ന സന്തോഷം അളന്ന് തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. ആ വിധത്തിലുള്ള കൺകുളിർമ എന്നതാണ് ഇതിന്റെ ഉദ്ദേശ്യമായി മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇതുപോലുള്ള പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യും. ചരിത്രങ്ങളിൽ യേഷ്ടമുണ്ട്. ഞാൻ ഒറ്റ സംഭവം ചെറുതായി പറയാം. സലീം ബിൻ അയ്യൂബ് റാസി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുകയാണ്. എന്റെ കുടുംബം, ഉമ്മയും ബാപ്പയും എന്നെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഉസ്താദിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അപ്പൊ എനിക്ക് ഖുർആൻ അങ്ങോട്ട് പഠിച്ചിട്ടത് അങ്ങോട്ട് ശരിപ്പെടുന്നില്ല, ശരിയാകുന്നില്ല, എന്നെ നാവണ് വഴങ്ങുന്നില്ല. അങ്ങനെ ഗുരു പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഉമ്മയോട് പോയിട്ട് ഖുർആൻ പഠനക്കൊന്ന് എളുപ്പമായി കിട്ടാൻ വേണ്ടി, നിനക്ക് ലളിതമായി കിട്ടാൻ വേണ്ടി ഉമ്മാനോടൊന്ന് പ്രാർത്ഥിക്കാൻ പറയും. ഉമ്മയോട് പോയിട്ട് പറഞ്ഞു. ഉമ്മ നിരന്തരമായി അങ്ങ് പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിന് വളരെ സുഖകരമായി ഖുർആൻ ഹിഫ്ളാക്കാൻ, അതുപോലെ ദീനി വിജ്ഞാനങ്ങൾ നേടാൻ അതിനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചു. വലിയ ഒരു ഇമാമായി പിൽക്കാലത്ത് അദ്ദേഹം മാറി. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാൽ അത് അല്ലാഹു തട്ടിക്കളയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇവിടെ അക്ഷരാർത്ഥത്തിൽ ചരിത്രത്തിൽ നമ്മൾ പുലർന്നു കാണുന്നു. ഇങ്ങനെ നമ്മളും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അതിന് ഗുണമുണ്ടാകും. രണ്ട് കാര്യമാണ് സൂചിപ്പിച്ചത്. മക്കൾ നന്നാവാൻ അവർ ജനിക്കുന്നതിന് മുമ്പും ശേഷവും പ്രാർത്ഥിക്കണം. അനുബന്ധമായി അവരോടുള്ള അമാനത്തിനെ കുറിച്ച് ഗൗരവമായ ബോധവും ചിന്തയും ശ്രദ്ധയും നമുക്കുണ്ടാകണം. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലൽ അക്മലാനി അലൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരന്മാരെ, അൽ ഫുളൈൽ ബിൻ ഇയാദ് എന്ന് പറയുന്ന ഒരു മഹാനായ പണ്ഡിതനെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതം വളരെ മോശമായിരുന്നു. അറിയപ്പെട്ട ഒരു കൊള്ളക്കാരനായിരുന്നു അദ്ദേഹം. വിശുദ്ധ ഖുർആനിലെ അലം യഗ്നിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് എന്ന് പറയുന്ന സൂറത്ത് ഹദീദിലെ ഒരു വചനം മോഷണവേളയിൽ കേട്ടപ്പോൾ അന്ന് ആ വേണ്ടാവൃത്തി നിർത്തിവെച്ച് അദ്ദേഹം ദീൻ പഠിക്കാൻ തുടങ്ങുകയും മതം പഠിച്ച് ദീൻ പഠിച്ച് അറിയപ്പെട്ട ഒരു പണ്ഡിതനായി അദ്ദേഹം മാറുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു മകനുണ്ട്, അലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ അലി എന്ന് പറയുന്ന സന്താനത്തിന്റെ നന്മക്കും ആ കുട്ടി നല്ല കുട്ടിയായി മാറാനും ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് വളരെ കൂടുതലായി പ്രാർത്ഥിച്ചിരുന്നു.
അവസാനം അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു ശകലം ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇജ്തഹദ്തു ഫീ തർബിയത്തി അലിയ്യിൻ, അലിയെ പരിപാലിച്ച് വളർത്തുന്നതിൽ ഞാൻ നന്നായി ശ്രമിച്ചിട്ടുണ്ട് അല്ലാഹുവേ. ഫലം മഖ്ദിർ, എനിക്കത് വേണ്ടത്രങ്ങ് സാധിക്കുന്നില്ല, എന്റെ കഴിവിന്റെ പരമാവധി ഞാനത് ചെയ്തിട്ടുണ്ട്. ഫറബ്ബിഹി അൻതലി, എനിക്ക് വേണ്ടി എന്റെ അലിയെ നീ തർബിയത്ത് നൽകി വളർത്തണേ അല്ലാഹുവേ എന്ന് അങ്ങ് മനമുരുകി അദ്ദേഹം അങ്ങ് പ്രാർത്ഥിച്ചു. ഒരു ദിവസമല്ല, നിരന്തരമായി അങ്ങനെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമുണ്ടായി. മഹാനായ അബ്ദുല്ലാഹ് ബിൻ മുബാറക് താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഖൈറുൻ നാസി അൽ ഫള് ബിൻ ഇയാദ്, അക്കാലത്ത് ജീവിച്ച ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് ഫുളൈൽ ബിൻ ഇയാദ്. വഖൈറുൻ മിൻഹു ഇബ്നുഹു അലി, എന്നാൽ വാപ്പയാകുന്ന ഫുളൈൽ ബിൻ ഇയാദിനെക്കാളും മുന്തിയ ആളാണ് മകൻ അലി എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ഫലമാണ്. അലി എന്ന് പറയുന്ന മകന്റെ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്തു. വാപ്പാനേക്കാൾ നല്ല മനുഷ്യനായി മകൻ മാറി എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഫുളൈൽ ബിൻ ഇയാദ് എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടായത് ഖുർആൻ കേട്ടപ്പോഴാണ്, ഖുർആൻ പഠിച്ചപ്പോഴാണ്. ഒരുപക്ഷെ നമ്മുടെ മക്കൾക്ക് ധാർമ്മികമായ ബോധം നൽകുവാൻ മതിയായ മതപരമായ ഇൽമ് പലർക്കും ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷെ അത് പഠിക്കാനുള്ള അവസരമുണ്ട്. നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയ, ദീൻ പകർന്നു കൊടുക്കാൻ പറ്റിയ അവസരങ്ങൾ, ഇൽമുകൾ നേടാനുള്ള അവസരങ്ങൾ നമ്മുടെ പള്ളിയിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അതിപ്രധാനമാണ്. അള്ളാഹുവിന്റെ ഗ്രന്ഥം പഠിക്കുക. ആ ഗ്രന്ഥ പഠനത്തിലൂടെ അള്ളാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യും. നേരത്തെ ഒരു ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, മക്കൾ നന്നാകാനുള്ള ഒരു പ്രധാന കാരണം നമ്മൾ സ്വയം നന്നാകുക എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ നന്നായാൽ മക്കൾക്ക് അല്ലാഹു തആലയുടെ ഹിമായ സംരക്ഷണം ലഭിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ഒന്നിച്ചിരുന്ന് ഖുർആൻ പഠിക്കുന്ന ഒരു നല്ല ഒരു അന്തരീക്ഷം, പള്ളിയിലായാലും വീട്ടിലായാലും ഒക്കെ, പള്ളിയിൽ വ്യവസ്ഥാപിതമായി നടക്കുന്ന ഖുർആൻ പഠന ക്ലാസ്സിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായി, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായി അതിനെ കാണാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നമുക്ക് എണ്ണിയാൽ തീരാത്ത നേട്ടങ്ങൾ അതുവഴി ലഭ്യമാണ് എന്നത് പ്രമാണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റാണല്ലോ ഖുർആൻ. ആ ദിക്റ് ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോ നമ്മുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതിയും കൺകുളിർമയും സന്തോഷമൊക്കെ ഉണ്ടാകുമെന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യമാണ്.